നന്ദൻകോട് റിട്ടയർഡ് വനിതാ ഡോക്ടറും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെന്ന് കരുതുന്ന ഡോക്ടറുടെ മകൻ കേഡൽ ജിൻസൺ രാജയ്ക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ.ഇ. ബൈജുവിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സിറ്റി ഷാഡോ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഓസ്ട്രേലിയയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനീയറിംഗിൽ പഠനം പൂർത്തിയാക്കി 2009-ലാണ് കേഡൽ നാട്ടിലെത്തിയത്. വീഡിയോ ഗെയിം പ്രോഗ്രാം ഉൾപ്പെടെ ഓൺലൈൻ സംബന്ധമായ ജോലികൾ ചെയ്തു വരികയായിരുന്നു. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത വീഡിയോ ഗെയിം കേഡൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തിറക്കാനിരിക്കുകയായിരുന്നുവെന്ന് അച്ഛൻ രാജാ തങ്കം സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അതേസമയം കേഡൽ മറ്റുള്ളവരുമായി ഇടപെടുന്നത് വിരളമായിരുന്നു. പല സന്ദർഭങ്ങളിലും ഉൾവലിഞ്ഞു നിന്നിരുന്ന കേഡൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതായും സംശയമുണ്ട്. കൊല്ലപ്പെട്ട ഡോക്ടർ ജീൻ പത്മയുടെ പേരിൽ തമിഴ്നാട്ടിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വസ്തുവകകൾ ഉണ്ടായിരുന്നു. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് അടുത്തയാഴ്ച ഡോക്ടർ വിദേശരാജ്യമായ ബ്രൂണോയിൽ പോകാനിരിക്കുകയായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ സ്വത്ത് തർക്കമാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ വീട്ടിൽ ഉപേക്ഷിച്ചാണ് കേഡൽ രക്ഷപ്പെട്ടത്. കുറച്ചു പണവും കൈവശം കൊണ്ടുപോയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.